ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയുടെ മാറ്റത്തിന് പിറകെ അനാമികയ്ക്ക് വലിയ തിരിച്ചടി കിട്ടണം കേട്ടോ. അനാമികയെ ആ വീട്ടിൽ ആരും പിന്നീട് ശ്രദ്ധിക്കാതാവാണ്. അനാമികയെ ആരും പുകഴ്ത്താതാവാണ്. വെറും ജാനകിയും ജലജയുടെയും വാക്കുകൾ. പക്ഷേ ദേവയാനി ഒന്നും തന്നെ അനാമികയ്ക്ക് കൊടുക്കാതാവാണ് കേട്ടോ. ഈ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ അനാമികയുടെ വീടിൻ്റെ ദാരിദ്ര്യം കൂടിക്കൂടി വരണം കേട്ടോ. അങ്ങനെ അനാമിക തൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ രേവതിയും വേണു ഇരുന്ന് പറയണം, ഇനിയിപ്പോൾ എന്താ ചെയ്യാം, മോളുടെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഈ വലിയ വീട്ടിലോട്ട് അവളെ കല്യാണം കഴിച്ചിട്ട് എന്താ കാര്യം? അവളുടെ കെട്ടിയവനാണെങ്കിൽ അവന് നമ്മളെ ഒരു ഭാര്യയുടെ അച്ഛനമ്മ എന്നുള്ള ലെവലിൽ പോലും കണ്ടിട്ടില്ല. എന്തിനാ നമ്മുടെ മോളെ ഭാര്യയായി പോലും അവൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ അനാമിക കയറി വരുന്നത്. അങ്ങനെ അനാമികയെ കണ്ടോടെ തന്നെ മോളെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറ്റി അമ്മേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് സുഖമില്ലാതിരിക്കുകയാണ്. അച്ഛൻ്റെ കാലുകൊണ്ട് തീരെ വയ്യ. ഇനി എന്തായാലും ചെറിയൊരു സർജറിയൊക്കെ വേണമെന്ന് പറയുന്നു. അതിനും പണമില്ല. സർജറി പോയിട്ടൊന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. അതിനും പണമില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. എൻ്റെ മരുന്നാണെങ്കിൽ തീർന്നിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇതേ സമയം അനാമിക പറയാൻ ഞാനെന്ത് ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ, എടി നിന്നെ ആ വീട്ടിലോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടത് അനിയുമായി വഴക്കിടാനായിരുന്നില്ല. നീ ആ അനിയുമായി നല്ലപോലെ നിൽക്കുകയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അനന്തപുരിയിൽ എല്ലാവരുടെ ഇടയിൽ നിനക്കൊരു സ്ഥാനമുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ, ദേ അമ്മ, അല്ലെങ്കിൽ മനുഷ്യൻ ഇവിടെ ചൊറിഞ്ഞു വരുന്ന സമയത്താണ് അമ്മയുടെ ചൊറിഞ്ഞ വാക്കുകൾ കേൾക്കുന്നത്. അതൊന്ന് വായടച്ച് നിർത്തുന്നുണ്ടോ? അപ്പോൾ ഇതേ സമയം രേവതിയുടെ ആ വാക്കുകൾ ശരിയുണ്ടെന്ന് വേണു പറയണം. മോളെ, നിൻ്റെ അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. ആ അനിയെ നീ എന്തായാലും സഹിക്കണം. അവൻ ഭർത്താവെന്ന് പറഞ്ഞ് നീ അവൻ്റെ തലയിട്ട് കഴുത്തിലിട്ട് നടക്കണം. എങ്കിൽ അവനോട് നല്ല രീതിയിലൊന്ന് പെരുമാറിയെങ്കിൽ അവനിൽ നിന്ന് കുറച്ച് പണമെങ്കിലും അടിച്ചു മാറ്റായിരുന്നു. അത് കേൾക്കുന്ന അനാമികക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനിട്ടോ. ഞാൻ എത്ര പണമായി വന്നാലും നിങ്ങളുടെ ദാരിദ്ര്യം തീരില്ല എന്ന് പറയണേ. ഇത് കേട്ട ഉടനെ തന്നെ വേണു പറയണം, മോളെ നീ തന്നെയാണോ ഇങ്ങനെ പറയുന്നത്? ഈ അച്ഛൻ്റെ വിഷമവും ബുദ്ധിമുട്ടൊക്കെ നീ നന്നായി അറിയുന്നതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ, പിന്നെ ഞാൻ എന്താ ചെയ്യുക? ആ കിഴങ്ങിനെ എനിക്ക് കാണുന്നത് തന്നെ ദേഷ്യമാണ്. ഒരു മണക്കുണാച്ചൻ. അവനാണെങ്കിലോ എന്നെ ഒരു ഭാര്യയായി ഇതുവരെ കണ്ടിട്ടില്ല. അവൻ എൻ്റെ കഴുത്തിൽ ഈ ഒരു താലിയിട്ടു എന്നല്ലാതെ വേറൊരു തര ബന്ധവും അവനും ഞാനുമായില്ല. ഒരു സംസാരം കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ എന്തിന് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്നെയുമായി പുറത്ത് കൊണ്ടുപോലോ അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടോ? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആ ദേവയാനിയുടെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞിരുന്നെങ്കിൽ അവരത് കേൾക്കുമായിരുന്നു. ഇപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ന്യായമാ, ആദർശ് അവരുടെ മകൻ ഇറങ്ങിപ്പോകുമോ എന്നൊരു പേടിയാ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ഈ സമയം വേണു പറയണം, മോളെ എനിക്ക് തീരെ സുഖമില്ല. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നീ അത് എനിക്ക് നിറവേറ്റി തരുമോ? അത് കേട്ടോടെ തന്നെ വേണുവിനോട് പറയണേ, അച്ഛൻ എന്ത് കാര്യമാണ് ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഇതുവരെ ചെയ്തു തരാതിരുന്നിട്ടുള്ളത്? ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം അച്ഛന് ചെയ്തു തരുന്നില്ലേ? അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇപ്പോഴാവശ്യപ്പെടുന്ന കാര്യം ഒരുപക്ഷെ നിനക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കാം. പക്ഷേ ഈ അച്ഛൻ്റെ നിസ്സഹായ അവസ്ഥയാണ്. അച്ഛൻ്റെ മാനസികാവസ്ഥ നീ മനസ്സിലാക്കണം. അത്രയും വേദന കൊണ്ട് പുളയാണ് ഞാൻ. ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ല. നിൻ്റെ ആ താലി ഒന്ന് എനിക്ക് തരുമോ എന്ന് ചോദിക്കണം കേട്ടോ. ഇത് കേൾക്കുന്ന രേവതി ഒന്നും ഞെട്ടിപ്പോവാണ്. രേവതി പറയണേ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? കെട്ടുതാലി അഴിച്ചു വെക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്കറിയുന്നതല്ലേ? നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? മകളുടെ കഴുത്തിൽ കിടക്കുന്ന താലി ചോദിക്കേ. അത് കേട്ടോടും തന്നെ അവിടെ വേണു പറയണേ, അവളുടെ കഴുത്തിൽ ആ താലി ഉണ്ടെന്നല്ലാതെ എന്ത് ഗുണമാണ് ആ താലി കൊണ്ട് അവൾക്ക് കിട്ടുന്നത്? അവൾക്കൊരു ഗുണവുമില്ല. അവനെന്നൊരുത്തൻ ഇവളെക്കുറിച്ച് വല്ലതും ഓർക്കുന്നുണ്ടോ? ഇവൾക്ക് അങ്ങോട്ടുമില്ല. പിന്നെ ആ താലി കഴുത്തിലിട്ട് നടന്നിട്ട് എന്താ കാര്യം? അത് കേൾക്കുന്ന അനാമിക പറയണം, അതച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഈ താലി കൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രയോജനമില്ല. ഒരു സ്വർണ്ണം എൻ്റെ കഴുത്തിൽ കിടക്കുന്നു, അത്രയേ ഉള്ളൂ. താലിയുടെ രൂപത്തിൽ ഒരു ലോക്കറ്റും, അത്ര തന്നെ. അല്ലാതെ ഈ താലി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ കഴുത്തിൽ ഒരുത്തൻ താലി കെട്ടിയതാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവനെ പോലെ ഒരു മണക്കുണാച്ചനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് ആലോചിക്കുമ്പോൾ എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു. അത് കേൾക്കുന്ന രേവതി പറയണേ, നിൻ്റെ തലയിൽ ആരും കെട്ടിവെച്ചതല്ലല്ലോ, നീ സ്വയം തിരഞ്ഞെടുത്തതല്ലേ? ആണമ്മേ, ഞാൻ സ്വയം തിരഞ്ഞെടുത്തത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ പഴി പറയാനും പറ്റില്ല. ഞാൻ തിരഞ്ഞെടുത്ത നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. അനന്തപുരിയിലെ പയ്യനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ കഷ്ടതകളൊന്ന് മാറുമെന്ന് കരുതിയാണ്. അത് കേൾക്കുന്ന വേണു പറയണ, കുറച്ചൊക്കെ തെറ്റ് മോളുടെ അടുത്തും പറ്റിയിട്ടുണ്ട്. പറയുമ്പോൾ ഈ അച്ഛനോട് ദേഷ്യം തോന്നരുത്. ആ ദേവിയാനിയെ എങ്ങനെയും കൈക്കിലെടുക്കുന്ന വിധത്തിൽ നീ അവരോട് പെരുമാറണമായിരുന്നു. അത് കേൾക്കുന്ന അനാമിക പറയും, ഞാനെന്താ അവർക്ക് റിവർ കൊടുക്കണമെന്നാണ് പറയുന്നത്? അവരോട് ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ തന്നെ പെരുമാറുന്നത്. പക്ഷേ ഇപ്പം അവർക്ക് ആ ലിവർ തന്ന പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് ആദർശം തെറ്റിപ്പോകുമോ എന്ന പേടിയൊക്കെ കൂടി അവൾമാരെ സ്നേഹിച്ച് നടക്കുന്നത് എനിക്കങ്ങനെയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും താലി എന്നാ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ താലി എനിക്ക് തരുന്നതൊരു കുഴപ്പമില്ല അച്ഛാ, പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് വെറും കഴുത്തോടു കൂടി പോയി കഴിഞ്ഞാൽ
അവിടെ പലവരും ചോദ്യം ചെയ്യും. അന്ധവിശ്വാസങ്ങളുടെ കൂടപ്പിറപ്പുകളാണ് അവർ ഓരോന്നിനും ഓരോ കാരണങ്ങൾ പറഞ്ഞാൽ അതിനെന്ത് മറുപടി നൽകും? അതിന് കുഴപ്പമില്ല മോളെ, ഇതുപോലത്തെ ഒരു മാല റോൾഡ് ഗോൾഡുമായി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാനിട്ടാ. അത് കേട്ട ഉടനെ അനാമിക ശരി എന്ന് പറഞ്ഞിട്ട് ഈ മാല അഴിച്ച് വേണുവിൻ്റെ കയ്യിൽ കൊടുക്കണിട്ടോ. ഏകദേശം 15 പവൻ വില വരുന്ന മാലയാണ്. അങ്ങനെ ഈ മാല കയ്യിൽ കിട്ടുമ്പോൾ ഒരു സമാധാനത്തോടു കൂടി നിൽക്കുമ്പോൾ അനാമിക പറയാണ്, ഇത് ഫുള്ള് അച്ഛനങ്ങ് അടിച്ചു മാറ്റണ്ട, കുറേശ്ശെയായി ചിലവാക്കിക്കോ, പണ്ടത്തെ പോലെ അവിടെ നിന്ന് എനിക്കൊന്നും കൊണ്ടുവരാനില്ല എന്നും പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം വേണുവിന് കുറച്ചൊരു ആശ്വാസമാണ്. കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ ഒരു പൈസ കൊണ്ട് തീർക്കുക എന്ന് വേണു ഇങ്ങനെ ചിന്തിക്കണം കേട്ടോ. ഇതേ സമയം അനാമിക വീട്ടിലെത്തുകയാണ്. വീട്ടിൽ ചെന്ന അനാമികയെ പെട്ടെന്ന് മുത്തശ്ശി നോക്കുമ്പോൾ അനാമികയുടെ കഴുത്തിൽ താലിയില്ല. താലി കാണാതായോടും തന്നെ അനാമികയോട് ചോദിക്കണം, നിന്റെ താലി എവിടെ അനാമികയെ? കെട്ടുതാലി അഴിച്ചു വെക്കാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരണോ? ഇത് കേൾക്കുന്ന അനാമിക പറയാണ്, മുത്തശ്ശി, ഞാൻ എങ്ങനെ ഇവിടെ ഇത് അവതരിപ്പിക്കുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ പോയത് തന്നെ അതുകൊണ്ടാണ്. അത് കേട്ട ഉടനെ ജാനകി അങ്ങോട്ടേക്ക് വരികയാണ്. ദേവയാനിയും നവ്യയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ മോളെ പ്രശ്നം എന്നിങ്ങനെ ജാനകി ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇവളുടെ കഴുത്തിൽ താലിയില്ല. ഇവളുടെ താലി അഴിച്ചു വെക്കുക എപ്പോഴാണെന്നറിയില്ലേ? നിന്റെ മകൻ മരിച്ചാലാണ് അങ്ങനെ താലി അഴിച്ചു വെക്കുക. എന്നാൽ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ജാനകി, നിന്റെ മരുമകൾ ചെയ്തത് കണ്ടില്ലേ? അത് കേട്ടോടനെ തന്നെ അനാമിക പറയണേ, മുത്തശ്ശി, അമ്മയെ വഴക്ക് പറയേണ്ട, തെറ്റെൻ്റേതാണ്. കുളിക്കാൻ പോകുന്ന നേരം ഞാൻ താലി അഴിച്ചു വെച്ചു. തിരിച്ചു വന്നപ്പോൾ എൻ്റെ താലി റൂമിൽ കാണാനില്ല. ഞാൻ ഒരുപാട് തിരഞ്ഞു. പഴയതുപോലെ എന്തെങ്കിലും ആരോട് ഈ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കുറ്റം എനിക്കായിരിക്കും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്ന രീതിയിലാവും പിന്നീട് ഇവിടെയുള്ള പറച്ചിൽ. ഇവിടെ ഇപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികളാണല്ലോ. അനന്തപുരി എന്ന പേര് പുറത്തു നിന്നുണ്ട്. പക്ഷേ ഇവിടെ കൊല്ലലും കൊലപാതകവും വയറിളക്കവും അങ്ങനെയുള്ള പ്രവൃത്തികളാണല്ലോ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്ന് നവ്യയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ നവ്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കണേ. എടി, നീ ഇപ്പോൾ പറഞ്ഞു വരുന്നത് പണ്ട് ആ കമ്മല് എൻ്റെ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന പോലെ നിൻ്റെ സ്വർണം ഞങ്ങൾ കട്ടു എന്നാ നീ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്ന് അനാമിക പറയുമ്പോൾ എന്നാ അങ്ങനെ ആ വാക്കിലുണ്ട് എന്ന് പറയട്ടോ. ഇതേ സമയം ജാനകി പറയണേ, എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? നിങ്ങളത് എടുത്തില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എൻ്റെ മകളുടെ താലി കുളിക്കാൻ കയറുന്ന സമയം അവൾ ഇവിടെ നിന്ന് അഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് കാരണക്കാരി നിങ്ങളൊക്കെ തന്നെ ആവോ എന്നിങ്ങനെ ജാനകി പറയണേട്ടോ. അത് കേൾക്കുന്ന നവ്യക്ക് ദേഷ്യം പിടിക്കണതേ, ഞാൻ നിങ്ങളോട് ഇതുവരെ മര്യാദയുടെ ഭാഷയിലാണ് സംസാരിച്ചത്. ഇനി നിങ്ങളെ എൻ്റെ ആൻറ്റിയാണെന്നൊന്നും നോക്കില്ല. എൻ്റെ ക്ഷമ നശിക്കുന്നുണ്ട്. ഇവിടെ എന്ത് കാണാതായാലും എന്നെയും എൻ്റെ അനിയത്തിയെയും മാത്രമേ കുറ്റപ്പെടുത്തുള്ളൂ. വേറെ ആരെയും ഇവിടെ കുറ്റപ്പെടുത്തില്ലല്ലോ. എന്താ ഇവിടെ ബാക്കിയുള്ളവർക്ക് ആർക്കും മോഷണം എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ? അത് കേട്ട ഉടനെ ജലജ പറയണം, അതിന് എങ്ങനെ നവ്യേ, നിങ്ങളെപ്പോലെ ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നവരല്ലല്ലോ ഇവരൊക്കെ. എന്താ 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 അമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ജലജയുടെ നേർക്ക് അങ്ങ് നവ്യ എടുക്കുമ്പോൾ, അയ്യോ ഞാൻ പറഞ്ഞത് അതല്ല, അനാമിക മോള് ഉള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണല്ലോ, അതുകൊണ്ട് അവളുടെ സ്വർണ്ണല്ലേ പോയിരിക്കുന്നത് എന്നും പറയുമ്പോൾ അവിടെ ജാനകി പറയണം, ഞാൻ പറയാ ഉള്ളത് തന്നെ, നിങ്ങൾ മോഷ്ടിച്ചെങ്കിൽ ആ മാല അങ്ങ് കൊടുത്തേക്ക്, നിനക്ക് വേണമെങ്കിൽ പണം ഞാൻ തരാം, ഇത് എൻ്റെ അനിമോന് അവളുടെ കഴുത്തിലിട്ട് കൊടുത്ത താലിയാണ്, ആ താലി എടുക്കണ്ട എന്നും പറഞ്ഞ് നവ്യയുടെ നേർക്ക് ചൂടാവുമ്പോൾ നവ്യ പറയണേ, ക്ഷമിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. ഇനി ഈ അനന്തപുരിയിൽ പോലീസ് കയറി ഇറങ്ങേണ്ടടുത്ത് പോലീസ് തന്നെ കയറി ഇറങ്ങണം, എന്നാലാണ് ഇത് ശരിയാവത്തുള്ളൂ. അപ്പോഴാണ് അനിയും അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. പിറകെ ഇങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയും വേണുവും ഈ പറയുന്ന രേവതിയും ഉണ്ട് കേട്ടോ. ഉടൻ തന്നെ വേണുവും രേവതിയും പറയണേ, പോലീസൊന്നും കയറി ഇറങ്ങണ്ട, ഈ വീട്ടിൽ എൻ്റെ മകൾ എന്തെങ്കിലും പരാതി, ഞാനും എന്തെങ്കിലും പരാതിയുമായി വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ളവരെ ഞങ്ങളെയല്ലേ കുറ്റപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ മകൾക്കുള്ള ആ മാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവളുടെ താലി നഷ്ടപ്പെട്ടെങ്കിൽ എന്താ, അവൾക്ക് വേറെ സ്വർണം വന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് എങ്ങനെ ജീവിച്ച അവളാണ് എൻ്റെ കുഞ്ഞ്. ഈ ആനന്ദപുരി വന്നതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു തരി പൊന്നു പോയിട്ട് ഒരു സമാധാനം പോലും കിട്ടിയിട്ടില്ല. എന്തിന് ഈ നിൽക്കുന്ന ഇവളുടെ ഭർത്താവ് അനിയെങ്കിലും ഇവളെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ഇവൾക്കൊന്ന് സ്വർണം കൊടുക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? ഈ താലി കാണാതായപ്പോൾ എൻ്റെ കുഞ്ഞ് ഞങ്ങളോട് വന്ന് കരഞ്ഞു പറയുകയാണ് ചെയ്തത്. ഇപ്പോൾ അതുപോലത്തെ ഒരു താലി ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വീട്ടിൽ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എൻ്റെ മോളുടെ നേർക്കെടുക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശി പറയാണ്, സാധാരണ ഒരു താലി കാണാതായ നിങ്ങളോട് വന്നിട്ടാണ് അനാമിക പറയേണ്ടത്, ഈ വീട്ടിലുള്ളവരോട് പറഞ്ഞതിന് ശേഷമല്ലേ നിങ്ങൾ അറിയേണ്ടത് എന്ന് പറയുമ്പോൾ ഇനി ഈ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഞങ്ങൾ സംസാരിക്കുന്നു എന്ന് തോന്നും. അതുകൊണ്ട് എൻ്റെ മോളായിട്ട് ഇനി ആരെയും കുറ്റപ്പെടുത്താനില്ല. എൻ്റെ മോൾക്കിതാ ഞങ്ങൾ കൺകുളിർക്കെ 15 പവന് പകം 25 പവൻ്റെ താലിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് അനിമോനൊന്ന് കഴുത്തിലിട്ട് കൊടുത്താൽ മതിയെന്ന് പറയട്ടോ. ഇത് കേട്ട ഉടനെ
അങ്ങ് വല്ലാതെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ദേവയാനിക്ക്. അപ്പം നവ്യയെ കുറ്റപ്പെടുത്തി തന്നെയാണ്, നയനയെ കുറ്റപ്പെടുത്തി തന്നെയാണ് അവരുടെ സംസാര രീതി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ മകളുടെ സ്വർണം എടുത്തവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ അവരൊക്കെ സംരക്ഷിക്കാൻ ഒരുപാട് ആളുകളുണ്ടല്ലോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ വീട്ടിൽ അതിനുള്ള മറുപടി കറക്റ്റ് കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ മോഷ്ടിച്ച് അവരത് വിറ്റ കഴിഞ്ഞാൽ ഇവിടെ ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ലല്ലോ. ഇവിടെ നിന്ന് എത്രാമത്തെ വട്ടമാണ് എൻ്റെ മോളുടെ സ്വർണം പോകുന്നത്, എന്നാൽ ബാക്കിയുള്ളവരുടെ സ്വർണം പോകുന്നില്ലല്ലോ എന്ന് നവ്യ അപ്പോഴേക്കും പറയണേ. അത് കേൾക്കുന്ന ജാനകിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച്, നിങ്ങളുടെ സ്വർണം പോയില്ലല്ലോ, എന്താ നിങ്ങളുടെ അടുത്തുള്ളത്? 1-2 പവനുണ്ടാവും, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആര് നിങ്ങളുടെ സ്വർണം എടുക്കാനാണ്? അത് കേൾക്കുന്ന ദേവയാനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കണേട്ടാ. ജാനകി, എല്ലാവരെയും ഇങ്ങനെ വില കുറച്ച് സംസാരിക്കരുത്. സംഭവം ഇവർ ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നവർ തന്നെയാണ്. പക്ഷേ ഇവിടെ നിൻ്റെ മരുമകളുടെ താലി പോയിട്ടുണ്ടെങ്കിൽ ആ താലി പോയതിന് കാരണക്കാരി നിൻ്റെ മരുമകൾ തന്നെയാണ്. നവ്യയും നയനയും ഇതുപോലെ പെൺകുട്ടികൾ തന്നെയാണല്ലോ. അതുപോലെ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ താലിയിട്ട് നടക്കുന്നവർ. നമ്മുടെ കഴുത്തിൽ നിന്ന് ആരുടെയും താലി പോവാത്ത ഇവളുടെ സ്വർണം മാത്രം പോകുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ എന്തോ ഉണ്ടല്ലോ. ഇവളുടെ റൂമിൽ മാത്രമേ കള്ളൻ കയറത്തുള്ളൂ, വേറെ ആരുടെയും റൂമിൽ കയറില്ലേ? അത് കേൾക്കുന്ന രേവതി പറയണേ, എൻ്റെ ദേവടുത്തി, ഇതാണ് ഞാൻ പറയുന്നത്. എൻ്റെ മകള് നല്ല കുടുംബത്തിൽ നിന്ന് വന്നവളാണല്ലോ, അവളില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നവളല്ലല്ലോ. അപ്പോൾ അവളെ കുറച്ച് കാണിക്കാൻ വേണ്ടി ഈ വീട്ടിലുള്ളവർ തന്നെ ചെയ്യാണ്. അത് കേൾക്കുന്ന ആദർശ് അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അങ്ങനെ ആദർശ് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനാമികയുടെ താലി പോയിരിക്കുന്നു എന്ന് പറയണേട്ടോ. ഇത് കേട്ട ആദർശ് പറയണ, അതിനിപ്പോൾ ഇവിടെ താലി പോയെങ്കിൽ ആ താലി ഇവിടെ തിരഞ്ഞാൽ പോരെ, അതിനെന്തിനാ ഇവിടെ ഇങ്ങനെ കൂടുതൽ വഴക്ക്? അത് കേട്ട വേണു പറയണേ, എൻ്റെ മകളുടെ താലി പോയതിൽ ഈ വീട്ടിൽ ആരോടും തന്നെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടില്ല ആദർശ്, ഇവളുടെ സ്വർണം മാത്രമേ പോവത്തുള്ളൂ എന്നൊക്കെയുള്ള ചോദ്യവും പറച്ചിലും ആയല്ലോ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഞങ്ങളോട് സങ്കടം പറയാൻ രാവിലെ തന്നെ വന്നു. ഞങ്ങൾ അതേപോലത്തെ മാല അവൾക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാ 25 പവനുണ്ട്, ഇവിടെ 15 പവൻ പോയെങ്കിൽ എൻ്റെ മകൾക്ക് 25, 30, വേണമെങ്കിൽ 150, 100 ഒക്കെ കൊടുത്തു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് പറയണിട്ടാ. അങ്ങനെ ആ താലി എടുത്ത് ആദർശിന് മുന്നിൽ അങ്ങ് കാണിക്കുമ്പോൾ വല്ലാത്തൊരു തിളക്കം ആ താലിക്ക് തോന്നണിട്ടാ. എന്നിട്ട് പറയണം, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, പരാതിക്കും പരിഭവത്തിനും കുറ്റപ്പെടുത്താനും ഞാനും എൻ്റെ മോളും ഇല്ല. ഈ താലി നീ ഒന്ന് കഴുത്തിലിട്ട് കൊടുത്താൽ മതി, അതിനെങ്കിലും നിന്നെക്കൊണ്ട് പറ്റുമോ? എൻ്റെ കുഞ്ഞിനെ നീ സംരക്ഷിക്കുന്നില്ല എന്നറിയാം, അവളെ വേദനിപ്പിക്കുന്നേ ഉള്ളൂ, അതിനെങ്കിലും നിനക്ക് കഴിയുമോ എന്നിങ്ങനെ വേണു പറയുമ്പോൾ ഉടൻ തന്നെ ആദർശ് ആ മാലയിലോട്ട് വല്ലാതെ അങ്ങ് നോക്കുകയാണ് കേട്ടോ. ആദർശ് ആ മാല പെട്ടെന്ന് അങ്ങ് വാങ്ങുകയാണ്. ഇത് എവിടെ നിന്നാണ് മേടിച്ചത്? എന്താ മൂർത്തിസ് ജ്വല്ലറി മാത്രമേ ഉള്ളൂ കടയുള്ളൂ, അതുകൊണ്ട് തന്നെ എത്ര വലിയ വലിയ ജ്വല്ലറികളുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്, ആ ജ്വല്ലറിക്ക് പേരില്ലേ എന്ന് പറയുമ്പോൾ വേണുവും രേവതിയും അനാമിക പരസ്പരം ഇങ്ങനെ കിടന്ന് ഉരുളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം അച്ഛ വല്ലാതെ വർണ്ണിക്കണ്ട എന്നിങ്ങനെ അച്ഛൻ്റെ ചെവിയിൽ ചെറുതായി സ്വകാര്യം പറയുന്ന ദേവയാനി ശ്രദ്ധിക്കുന്നു. ഇതേ സമയം നയന അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അപ്പോൾ ആദർശവും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയാണ്, സത്യത്തിൽ ഇത് 25 പവനാണോ അതോ 1 ഗ്രാം പോലും ഉണ്ടോ? എന്താ നിങ്ങൾ ആളെ കളിയാക്കുകയാണോ എന്ന് ഇവിടെ രേവതി പറയുമ്പോൾ ജാനകി ഉടൻ തന്നെ പറയണേ, എൻ്റെ മരുമകളുടെ അച്ഛൻ്റെയും അമ്മയെ നീ കളിയാക്കണ്ട ആദർശ, ആ മാല അങ്ങ് കൊടുത്തേക്കെ. എൻ്റെ ഇളയമ്മ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 25 പവൻ പോയിട്ട് 1 ഗ്രാം പോലും ഇല്ല, ഇത് റോൾഡ് ഗോൾഡാണ്, 500 രൂപ വില വരുന്ന സ്വർണ്ണമാണെന്ന് പറയട്ടോ. അത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാണ്. വേണു രേവതിയും അങ്ങ് ഞെട്ടി നിൽക്കുകയാണെങ്കിലും തൻ്റെ കള്ളം പിടിക്കപ്പെടാതിരിക്കാൻ ആ മാലങ്ങ് തന്നെ, നിങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ ഇട്ട് കൊടുത്തോളാം, ആ മാലങ്ങ് തന്നെ എന്ന് പറയുമ്പോൾ ആദർശ്, അങ്ങനെ ഞങ്ങൾ സ്വർണ്ണക്കടക്കാരായ ഞങ്ങളെ പറ്റിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇവിടെ ഒരുപാട് സ്വർണ്ണം ഇതുപോലെ പോകുന്നുണ്ട്, എന്നാൽ ഈ പറഞ്ഞതുപോലെ തന്നെ അനാമികയുടെ റൂമിൽ നിന്ന് മാത്രമാണ് പോകുന്നത്. പോയ ഉടൻ തന്നെ ഓരോ മാലയും ഓരോ വളയുമായി നിങ്ങൾ വരൂ എന്നാൽ അതിനൊരുത്ര ഇപ്പോൾ ഇവിടെ കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ട് ആ മാല എടുത്ത് ആദർശ് അങ്ങ് ഒരുക്കുമ്പോൾ ആ മാല വെള്ളിയുടെ കളറായി മാറാൻ കേട്ടോ. ഇതാ എല്ലാവരും കണ്ടോ, എപ്പോഴും നിങ്ങളെ ഇവർ കബളിപ്പിക്കപ്പെടുകയാണ്. ഇവർ ഉഡായിപ്പിൻ്റെ ടീമുകളാണ്. ഈ പറയുന്ന ആ പണമൊന്നും ഇവരുടെ കയ്യിലില്ല. അപ്പോഴേക്കും മനു പറയണേ, എനിക്കും പല പ്രാവശ്യം സംശയം തോന്നിയിട്ടുണ്ട്. ഇവർ ആദ്യം കാറുമായി വന്നു, പിന്നീട് സ്വർണവുമായി വന്നു. ഇത് കേൾക്കുന്ന ആദർശ് പറയണേ, ഇവൾക്ക് കല്യാണത്തിന് 300-400 പവനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ആ സ്വർണ്ണങ്ങളൊക്കെ ഒന്ന് ഉരച്ചു നോക്കുന്നത് നല്ലതാണ് അമ്മേ, ഞാനെന്തെങ്കിലും പറഞ്ഞാൽ കൂടുതലായി പോവും, അത് ഇളയമക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുന്നു കേട്ടോ. ഇതോടുകൂടി രേവതിയും ഈ പറയുന്ന വേണുവും അനാമികയും ആകെ തലതാഴ്ത്തി നിൽക്കുമ്പോൾ കഷ്ടമുണ്ട് നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അനിയങ്ങ് പോകുമ്പോൾ ജാനകിയാണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയാതെ തലതാഴ്ത്തി നിൽക്കണം കേട്ടോ.